സമ്മതിക്കില്ലല്ലോ നാശങ്ങള്. എന്താ എടാ, പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വാതിൽ തുറന്നാലേ ഞാൻ ആരാടാ, ആരാണെന്നാ ചോദിച്ചത്. ആരാണാവോ? ഞാൻ പറഞ്ഞില്ല വാതിൽ തുറക്കാൻ. പിന്നെ നീ എപ്പോഴും എന്തിനാ ഇതിൽ കൂടെ കിണികിണിന്ന് അടിക്കുന്നത്? എന്താ ഈ നേരത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എടാ, ഈ ആഴ്ചയിൽ ഒരു ദിവസം നീ ജോലി ചെയ്തിട്ടുണ്ടോ? എന്റെ പൊന്ന് കല്യാണിയമ്മേ, ഞാൻ ജോലിക്ക് വരാൻ ഇറങ്ങുമ്പോഴാ ശാന്തമ്മയ്ക്ക് ഭയങ്കര പ്രശ്നം. എന്നിട്ട് നോക്കിയേ, ശാന്തമ്മയുടെ വയറ് നിമിഷത്തിന് നിമിഷം ബും ബും വീർത്തുകൊണ്ടിരിക്കുക. ശാന്തമ്മ എന്നെ നോക്കുന്നു, ഞാൻ ശാന്തമ്മയെ നോക്കുന്നു, വയറിങ്ങനെ വീർത്തുകൊണ്ടിരിക്കുന്നു. അവസാനം ഡാക്ടർ നോക്കി, അപ്പോഴാ കാര്യം മനസ്സിലായത്. എന്ത്? ഞാനൊരു അച്ഛനാകാൻ പോകുന്നെന്ന്. ആ സന്തോഷ വാർത്ത ആദ്യമായിട്ട് കല്യാണിയമ്മയെ തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ കടിഞ്ഞൂൽ പ്രസവല്ലേ സന്തോഷ വാർത്ത അറിയിക്കാൻ? എടാ കള്ള, നിന്റെ ഭാര്യയുടെ പ്രസവം നിർത്തിയ വിവരം നീയല്ലടാ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, വേറെ ആരെങ്കിലും പറഞ്ഞു കാണും. ഓ, ഭയങ്കര വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും കാണുമായിരിക്കും അല്ലേ? ഞാൻ തന്നെ പോയി നോക്കിട്ട് വരാം. ചെല്ലി ചെല്ലി, കുടല് കരിഞ്ഞു. പ്രകാശനും കൊണ്ട് വരട്ടെ, ഇന്ന് നിന്റെ ചീട്ട് ഞാൻ കീറിക്കും, മനസ്സിലായ? ഒന്ന് മാറിക്കണേ. ഓടിക്കേറി എങ്ങോട്ടായി പോകുന്നത്? സെക്യൂരിറ്റിയുടെ പണി ചെയ്താൽ മതി. ഞാൻ ആ ജോലി തന്നെയാ ചെയ്യുന്നത്. ഇങ്ങോട്ട് മാറിക്കേ. ദുഃഖിക്കേണ്ടി വരും. ആ, ഞാൻ എന്താ പ്രശ്നം? വെറുതെ കാലത്തെ വന്ന മനുഷ്യന് മേലെ മെക്കിട്ട് കയറിയാണ്. നമ്മൾ ആരാ? ഐ എം സുധീർ. മിസ്റ്റർ സുധീരൻ എന്ത് വേണം? എനിക്ക് MD ഒന്ന് കാണണം. MD കാണാമെന്ന സെക്യൂരിറ്റിയുടെ പിയുടെ അടുത്ത് മെക്കിട്ട് കയറലാണോ? അല്ലല്ലേ, അവിടെ ചെല്ലൂ. അവിടെ മെക്കിട്ടല്ലേ? അവിടെ മെക്കിട്ട് കയറാനല്ല, അവിടെ ചെന്ന് എൻക്വയറി ചെയ്യൂ. ശരി, ഓക്കെ. അങ്ങോട്ട് ചെല്ലടൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എനിക്ക് MD ഒന്ന് കാണണം. ഐ എം സുധീർ ഫ്രം പട്ടാമ്പി. സുധീരൻ വന്നിട്ടുണ്ട്. അയ്യോ, സുധീരനല്ല, സുധീർ. സുധീരൻ എന്ന് പറയുമ്പോ MLA ആണോ മന്ത്രിയാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. താങ്ക് യു മാഡം. ഈ വേറെ ഞാൻ ഒരിക്കലും മറക്കില്ല, സത്യമായിട്ട് മറക്കില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. ബൈ ബൈ, യുവർ ഗുഡ് നെയിം പ്ലീസ്. പേര് നാളൊക്കെ എന്തിനാ അറിയുന്നേ? അല്ല, ഇവിടെ പുതുതായി ജോയിൻ ചെയ്യുന്ന സ്ഥിതിക്ക് പേരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. വേണ്ട, പിന്നീട് പറയേണ്ടി വരും. ഓക്കെ. ഇവനൊരു മെക്കിട്ട് കയറലിന്റെ ആളാണെന്ന് തോന്നുന്നല്ലോ. ആയിക്കോട്ടെ, നമ്മൾ കസ്റ്റമേഴ്സിനോട് മയത്തിൽ പെരുമാറിയ ഒരു കുഴപ്പമില്ല. അയ്യോ, എന്റെ ബാഗ് ഒന്ന് സൂക്ഷിച്ചോണേ. അത് ശരിയാ, ഇതുപോലെ മയത്തിൽ പെരുമാറിയ ഒരു കുഴപ്പവും ഇല്ല. പപ്പേട്ട, അയാൾക്ക് ചെറുതായിട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറയാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് ജോലിയൊന്നും കിട്ടാതെ തെണ്ടിത്തിരി നടക്കുമ്പോ ആർക്കാ വട്ടുപിടിക്കാത്ത? ഓ, ഇനി ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാ അയാളുടെ ലാത്തിയടി സഹിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ പേടിയാവുന്നു. അതിന് പേടിക്കണ്ട, അതിന് ഞാൻ വിടില്ലേ. ഓ, എന്താണോ പോവാണോ? അല്ല, പേരൊന്നും അറിയണ്ടേ? പുതുതായി ജോയിൻ ചെയ്യാൻ വരുമ്പം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ലല്ലോ. പാവം, കണ്ടിട്ട് നല്ല ഫിഗർ ഇല്ലേ? നടോ, ഇതാ ബാഗ്. E55979. ഹംസയാണോ? അതെ, ഹംസയാണ്. ആരാ? ഞാനടാ, സുധീർ. ആര്? സുദേവനോ? അല്ലടാ, സുധീർ. ആഹാ, സുഗ്രീവൻ. ഏത് സുഗ്രീവൻ? നിന്റെ എടാ, സുഗ്രീവനല്ല, സുധീർ. സുധീർ. നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്താ, നിന്റെ ചെവിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയോ? ചെവിക്ക് ഒരു തകരാറുമില്ല. അല്ല, തകരാറ് പറ്റി, എനിക്കൊന്നും കേട്ടൂടാ. എടാ ഹംസേ. ഓ, ഹംസ ഇല്ല, ഞാനിന്ന് ലീവിലാ. നാളെ വിളിച്ചു നോക്ക്, ചിലപ്പം നാളെ ലീവിലായിരിക്കും. രക്ഷപ്പെട്ടു. ആരാ സാറേ ഫോണില്? CM. അതാരാ സാറേ? മന്ത്രി വല്ലോ ആണോ? അല്ല, ചീഫ് മിനിസ്റ്റർ. അതെയോ? സാർ അങ്ങേരുമായിട്ട് അത്ര അടുപ്പത്തിലാണോ? പിന്നെ ഞങ്ങള് തമ്മില്. അങ്ങേര് കാല് ശരിയാകാൻ വേണ്ടി സ്വിമ്മിംഗ് പൂൾ കെട്ടി നീന്തുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി? നീന്തല് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, പക്ഷെ കൂടെ നീന്താൻ ഒരാളെ വേണോന്ന്. എന്താ പോകുന്നു? എടോ, തന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ആവശ്യമില്ലാത്ത ഫോൺ കോളൊന്നും എനിക്ക് തരരുതെന്ന്. ആവശ്യമുള്ളതാണെന്ന് അയാൾ പറഞ്ഞതുകൊണ്ടാ സാർ എന്തിനാ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത്. ഇത്തിരി ചിക്കരി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാ. എടോ, വിളിച്ചതൊരു ക്രിമിനലാണ്. ഓ, കൊലപ്പുള്ളിയാണെന്ന്. ഈ ജയിലിയാരിയൊക്കെ വരുമ്പോഴുള്ള കാര്യം എന്തോ. നീ വരുന്ന വഴിയാണോ? ഞാൻ നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് മനസ്സമാധാനമായിട്ട് എങ്ങനെ കഴിയുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഞാനും അങ്ങനെയാടാ, അത് കാരണം ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് ഓടി വരുമായിരുന്നു. അതെ അതെ, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. എടാ, ഞാനൊരു ജോലിക്ക് വേണ്ടി വന്നതാ.
എന്നിട്ട് ജോലി കിട്ടി. ഓ ഇല്ല. ഹോ, അതൊരു പുതിയ സംഭവമല്ലല്ലോ. എടാ നിന്നോടൊക്കെ എത്ര നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ ഇനി അടിക്കടി നിന്നെ വന്ന് ശല്യം ചെയ്യുന്നത് നിർത്താൻ പോവാ. ഓ അത് നന്നായി. ജോലി കിട്ടിയിട്ടേ ഞാൻ ഇനി നിന്റെ അടുത്ത് പോകുന്നുള്ളൂ. എടാ നിന്റെ ഈ സ്വഭാവത്തിന് ഈ ജന്മത്തിൽ ജോലി കിട്ടുമെന്ന് നീ നോക്കണ്ട. നിന്റെ കരുനാക്കെടുത്തൊന്നും പറയാതെ. കരുനാക്കി ഇല്ലാത്തോണ്ടല്ലേ പറയുന്നത്. എടാ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞ സമയത്ത് നിന്നിട്ടുണ്ട്. 8-ാം തീയതി 9 മണിക്ക് എല്ലാം പറഞ്ഞ 9-ാം തീയതി 8 മണിക്കല്ലോ. ഇത് നിന്റെ എത്രാമത്തെ ഇന്റർവ്യൂ? കഴിഞ്ഞത് 56. അപ്പൊ ഇത് 57 അല്ലേ? ആ അതുവരെ വിടിയില്ല. ഇല്ല 57. ഓഹോ ഗോൾഡൻ ജൂബിലിയും കഴിഞ്ഞു. പക്ഷേ 57 എന്നെ സെലക്ട് ചെയ്തല്ലോ. എന്നിട്ട് എവിടെ? എടാ ഇനിയെങ്കിലും സമയത്തിന്റെ വിലയൊന്ന് മനസ്സിലായി. നിർത്തടാ. ഞാൻ ജോലി കിട്ടാത്ത മനപ്രയാസത്തിലാ. നീയും കൂടെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഞാൻ എന്റെ പാട്ടിന് പോകും. എടാ നീ പോകാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനിയെങ്കിലും നിന്റെ ഈ ഉഴപ്പ് സ്വഭാവമൊക്കെ മാറ്റി സ്വല്പം കൂടെ സീരിയസ് ആകും. എന്റെ അമ്മോ. ആ നല്ല പാർട്ടിയാ. ഇന്നലെ എവിടെ പോയതാ? ഞാനും അമ്മ സിനിമയ്ക്ക് പോയി. ഓ എപ്പോ നോക്കിയാലും ഒരു സിനിമ. അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്ന്. അമ്മ വിളിച്ചോണ്ട് പോയതാ. അമ്മയോട് പോയി ചാകാൻ പറയും. അമ്മ എന്താടി ഇവിടെ വന്ന് നിക്കണേ? ചോദിച്ച കേട്ടില്ലേ? ആഹാ ഇതാണോ കാര്യം? അതെങ്ങനെയാ? വേലയും പണിയില്ലാത്ത കുറെ അലവലാദികളുണ്ട് വായി നോക്കാൻ. ഇവനെയൊക്കെ പല്ലടിച്ചു കൊഴിക്കണം. പൊടിയത്ത് വെറും പൈസ പഞ്ചാര അടിക്കാൻ ഇറങ്ങിയാണ്. എന്താ മതലിന്റെ അടുത്ത് പരിങ്ങുന്നത്? ഞാനവന് പരിങ്ങുന്നൊന്നുമല്ല. പല്ല് തേക്കാൻ ഇത്തിരി ഉമിക്കരി ചോദിച്ചതാണ്. അതിന് ഇവിടെ പേസ്റ്റ് എടുത്തില്ലേ? പല്ല് വെളുക്കാൻ ഏറ്റവും നല്ലത് ഉമിക്കരിയാണ്. ആ നീ ഇനി അധികകാലം തേച്ച് വെളുപ്പിക്കേണ്ടി വരൂല. അതിനു മുമ്പ് അവരെ അടിച്ചു കൊഴിക്കും. അതിന് അവൾക്ക് അച്ഛനും ആങ്ങളാരും ആരും ഇല്ലടാ. വേണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു അമ്മ പോരെ. നീ ആള് മാറി എന്നെ തല്ലു വിളിക്കരുത്. ഞാൻ ശ്രമിക്കാം. അതോ ഒരു കാര്യം മറന്നു കിടക്കായിരുന്നു. എന്താണ് ഇവിടെ നിന്ന് മോങ്ങുന്നേ? എങ്ങോട്ടാ? ഞാനിവിടെ നിൽക്കണ കണ്ടില്ലേ? പെൺപിള്ളേരായ കുറച്ച് അടക്കം ഒതുക്കമൊക്കെ വേണം. ഇന്ന് കോളേജിലൊന്നും പോയില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺപിള്ളേര് കോളേജിലേക്കൊന്നും പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് കണ്ടടത്തൊക്കെ കറങ്ങി നടക്കല്ലേ. ഞാൻ കറങ്ങി നടക്കാൻ ഒന്നും പോകാറില്ല. ചേച്ചിയെ കാണാൻ വന്നതാ. ചേച്ചിയാ? ഏത് വകയില നിന്റെ ചേച്ചിയാവണത്? അനിതയുടെ അച്ഛന്റെ അമ്മാവന്റെ മകളല്ലേ നീ? അപ്പൊ അനിത നിനക്ക് അമ്മായിയാ? അമ്മായിന്നൊന്നും വിളിക്കാൻ എനിക്ക് വയ്യ. എന്നാ നാത്തൂരിനെ വിളിച്ചോ. ഈ വല്യമ്മച്ചോട് വർത്താനം പറഞ്ഞ് ജയിക്കാൻ വലിയ പാടാ. ഈ ഏരിയയിൽ ഇത്രയും കടയുണ്ടായിട്ടും ഇവിടെ മാത്രം ഉണ്ട് ഇത്രയും തിരക്കാൻ തനിക്കറിയാമോ? വായിക്ക് രുചിയുള്ള ആഹാരം കൊടുക്കുന്ന ഒരൊറ്റ കട ഇത് മാത്രമേ ഉള്ളൂ. അല്ല സാറന്മാരോ നമ്മുടെ പുട്ടുകടലെ വളരെ നന്നായിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. വന്നാട്ടെ ഇരുന്നാട്ടെ. നല്ല ചൂട് പുട്ടുകടല എടുക്കട്ടെ? വേണ്ട, കടലയും പുട്ടും മതി. എന്നാ കടലേ പുട്ടും എടുത്തോ. ഇവിടെ എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഇവന്റെ അനിയന് ഓട്ടോറിക്ഷ ഓടിക്കാൻ ലൈസൻസ് എടുത്ത് കൊടുത്തത് ഞാനാണ്. അപ്പൊ ആ ഓട്ടോറിക്ഷയിലും കാണുമല്ലോ ഡിസ്കൗണ്ട്. ഇല്ല, അവൻ ആദ്യം ഓട്ടോറിക്ഷ ഓടിച്ച അന്ന് തന്നെ ലോറി അടിച്ച് മരിച്ചുപോയി. നല്ല കൈപ്പുണ്യം. കുട്ടപ്പാ കുട്ടപ്പാ എന്തോ? എന്താ സാറേ? എന്റെ കൂടെ ഉള്ളത് ഒരു അടുത്ത സുഹൃത്താ. ഫുഡ് ഇൻസ്പെക്ടറായിട്ട് ഇന്നലെ ഇവിടെ ജോയിൻ ചെയ്തേ ഉള്ളൂ. മോൻ കണ്ടപ്പോഴേ തോന്നി. നീ കാശൊന്നും വാങ്ങരുത്. എന്താ ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ആഹാരം വേണ്ട. ഞാൻ അടുത്ത കടയിൽ പോയി തിന്നാൻ കൊള്ളാവുന്ന നല്ല എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. ഇവിടുത്തെ എന്ത് പറ്റിയടാ? സെക്കൻഡ് വീക്കാ. നല്ല വീക്ക് കിട്ടാഞ്ഞിട്ടാണ്. എല്ലാം നല്ല ചൂടായിട്ട് എടുക്കാൻ പറയായിരുന്നേ. നീ ഇല്ലാത്ത നുണയൊക്കെ പറഞ്ഞ് എന്നെ കൂടെ നാറ്റിക്കോ? ഏയ് ഒരിക്കലും നീ നാറിയാലും ഞാൻ എന്നെ ആറ്റിക്കൂല. ഞാനാണ് പറയുന്നത് സുധീർ കുമാർ പട്ടാമ്പി ചാടരുത്. ഞാൻ ഇന്ന് സാറിന്റെ കാറിന് മുമ്പിൽ ചാടി ചാവും. അബദ്ധമൊന്നും കാണിക്കരുത്. ആ ഡ്രൈവർ വെച്ച് തലക്ക് വെളിവില്ലാത്തോനാ. ചാടിയ വണ്ടിയുടെ അടിയിൽ പോയത് തന്നെ. എന്നാലെങ്കിലും ഒരു ജോലി കിട്ടുമല്ലോ. കത്തിട്ടോ? അതേ വണ്ടി വരും. പറയുന്നത് തോന്നി ഗുഡ് മോർണിംഗ് സർ. എന്നെ മനസ്സിലായില്ലേ? ഐ എം സുധീർ. താങ്ക് യു. പ്രായ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് ലേറ്റ് ആയി പോയത് കാരണം താനെന്തിനാ എന്റെ കാരണം ചാടുന്നത്? അല്ല, എന്നാലെങ്കിലും സാറിന്റെ കണ്ണും തുറക്കട്ടെ എന്ന് കയറിയാണ് സർ. താങ്ക് യു. പ്രായ എന്നെ പറ്റിയില്ലെങ്കിൽ വേണ്ട ഒരു ക്ലർക്കായിട്ട് എനിക്ക് അറിയിക്ക്. താങ്ക് യു സർ. ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ലേറ്റ് ആവണോണ്ട് ഒരു കുഴപ്പമില്ല. ജോയിൻ ചെയ്തതിന് ശേഷമാണ് ലേറ്റ് ആവാൻ പാടില്ലാത്തത്. അതൊന്ന് പുള്ളിക്കാരൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. ഇയാളെന്താ നേരത്തെ കാണിച്ച ബ്രേക്ക് ഡാൻസോ? ബ്രേക്ക് ഡാൻസ് അല്ല, ബ്രേക്ക് ഇടാൻ ഡാൻസ്. അതെ, കാറിന് മുമ്പ് ചാടാൻ പോയതാ. എന്തിന്? ഒരു ജോലിക്ക്. മുമ്പിൽ ചാടിയ ജോലിയാവൂ? ജോലി കിട്ടും, ചാടുന്ന പിന്നെ ജോലിയാവും. പോരെ ചേട്ടാ, അത് അകത്തി ചെല്ലുമ്പോ വലുതായിക്കോളും. ചേട്ടാ കൂടെ എടുക്കട്ടെ. ആംസയിക്കോട്ട് വന്നോടാ. വന്നോന്ന്
സാറിനോട് ഞാൻ ഒരു കാര്യം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ചെയ്തു തന്നില്ല. വാസുവിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, അത് ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല. ഓ, വണ്ടി കാണുക പോലും ചെയ്യാത്തവനൊക്കെ ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കാൻ ഫാമിലിയും എടുക്കാനാണല്ലേ? കൈക്കൂലി വേണോ? എത്ര വേണം പറയടാ. ശരിയാ, ഞാൻ കൈക്കൂലി വാങ്ങും. പക്ഷേ എവിടുന്നോ കട്ടുകൊണ്ട് വന്ന വണ്ടിക്ക് ആർസി ബുക്ക് ഉണ്ടാക്കി തരാൻ എന്നെ കൊണ്ട് വയ്യ. ഇതുപോലത്തെ കൈക്കൂലി ആദ്യമായിട്ടല്ലേ കിട്ടുന്നത്? തുറക്കമായോ? ഇവിടെ 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 ഇരിക്കുവാന്ന് ഞാൻ വിചാരിച്ച് പുറത്തിരിക്കുവാന്ന്. എന്റെ പൊന്ന് സാറേ, അടിമപ്പൻ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഇന്നാണ് സാറേ കൺകുളിർക്ക ഒരു ഇടി കാണുന്നത്. ഞാൻ ധന്യനായി സാറേ, എന്റെ മനസ്സ് നിറഞ്ഞു. ഇനി എനിക്ക് മനസമാധാനമായിട്ട് അവിടെ കുത്തിയിരുന്ന് കച്ചവടം നടത്താം. ഒതുങ്ങിപ്പോയി സാറേ, ഒതുങ്ങിപ്പോയി. ഇന്നത്തോടെ വാസു ഒടുങ്ങി മടങ്ങി ചുളുങ്ങി മടങ്ങി ചളങ്ങിയിരിക്കാണ് എന്റെ കൈ. എന്റെ അതോ എന്തൊരു വേദന. എന്നാലേ ചൂടോടെ ഇത് ഓരോന്നും കൊണ്ട് പിടിപ്പിച്ച എല്ലാ വേദനയും പമ്പ കിടക്കും. ഇത് വിസ്കി അല്ലേ? ഇതേ കിട്ടിയുള്ളൂ സാറേ. വേറെ വല്ലതും ആണെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു. തന്റെ കട അടച്ചോ? ഇന്നു മുതൽ അതെന്റെ കടയല്ല. അന്ന് അത് വിറ്റ. അതിനു മുമ്പ് ഒരു വാക്ക് നിനക്ക് എന്നോട് പറയായിരുന്നു. അതല്ല സാറേ, ഇന്നു മുതൽ അത് നിങ്ങളുടെ കൂടെ കടയാ. ഇത് ഏത് സമയത്തും എപ്പോഴും ധൈര്യമായിട്ട് കയറി വന്ന് വയറ് നിറയെ എന്ത് വേണമെങ്കിലും മേടിച്ച് കഴിച്ചോളണം. ഇന്നു മുതൽ നമുക്ക് ഇവിടുത്തെ കുക്കിംഗ് നിർത്താം. എടാ, അതൊക്കെ കുട്ടപ്പൻ വെള്ളത്തിന്റെ പുറത്ത് പറയുന്നതാ. നീ അത് കേട്ട് അവിടെ ചെന്ന് ഓസിൽ ഞണ്ണാൻ നിൽക്കരുത്. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞു. അതുകൊണ്ടാ പറയുന്നത്.